വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്മസിനായുള്ള നമ്മുടെ ഒരുക്കത്തിന്റെ രണ്ടാമത്തെ ദിനത്തിലാണ് നാം ഇന്ന്. ഇക്കഴിഞ്ഞ നവംബർ 22 ക്രിസ്മസിനോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ റോമിൽ നടന്നപ്പോൾ അവരോട് സംസാരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ക്രിസ്മസ് ദൈവത്തിന്റെ കരുണയുടെ, കരുതലിന്റെ, അനുകമ്പയുടെ തിരുനാളാണ് എന്നാണ്. ക്രിസ്മസ് ദൈവത്തിന്റെ കരുണയുടെ, കരുതലിന്റെ തിരുനാളാണ് എന്ന്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനോട് ദൈവം കാണിച്ച കരുണയുടെ, കരുതലിന്റെ അടയാളമാണ് ഒരു രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദാനം. ആ രക്ഷകന്റെ മനുഷ്യ അവതാരമാണല്ലോ ക്രിസ്മസിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. ദൈവത്തിന്റെ കരുണ മനുഷ്യരൂപം പ്രാപിച്ചതിന്റെ അടയാളമാണ് ക്രിസ്മസ് എന്ന്. ദൈവം നമ്മളോട് കരുണ കാണിച്ചതിന്റെ അടയാളമാണ് ക്രിസ്മസിൽ നമ്മൾ അനുസ്മരിക്കുന്നത് എങ്കിൽ ഓരോ ക്രിസ്മസും നമ്മളോട് പറയുന്നത് കരുണ കാണിക്കാൻ തന്നെയല്ലേ? യഥാർത്ഥത്തിൽ ആർക്കാണ് നമ്മുടെ കരുണ ആവശ്യമായിരിക്കുന്നത്? നമ്മളെക്കാൾ ചെറിയവർക്കാണ് എപ്പോഴും നമ്മുടെ കരുണ ആവശ്യമായിരിക്കുന്നത്. അവർക്കാണ് നമ്മുടെ സഹായം ആവശ്യമായിരിക്കുന്നത്. 2017 റോമിൽ തയ്യാറാക്കിയ നേറ്റിവിറ്റി സീൻ ഏറെ പേരുടെ ചർച്ചയ്ക്ക് വിഷയമായതാണ്. സാധാരണ നാമൊക്കെ നേറ്റിവിറ്റി സീൻ തയ്യാറാക്കുമ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ വയ്ക്കുന്ന രൂപങ്ങൾ ഉണ്ണീശോയുടെ, വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ, പരിശുദ്ധ അമ്മയുടെ, മാലാഖമാരുടെ, മൃഗങ്ങളുടെ, ചിലപ്പോൾ രാജാക്കന്മാരുടെ, ഇതൊക്കെയാണല്ലോ. എന്നാൽ 2017 റോമിൽ തയ്യാറാക്കിയ നേറ്റിവിറ്റി സീനിൽ ഈ രൂപങ്ങളോടൊപ്പം മറ്റേഴ് രൂപങ്ങൾ കൂടി അതിൽ സ്ഥാനം പിടിച്ചു. അതാണ് ആ നേറ്റിവിറ്റി സീനിനെ പ്രത്യേകമായ ചർച്ചയ്ക്ക് വിഷയമാക്കിയത്. ഭക്ഷണത്തിനായിട്ട് വിശക്കുന്നു വലയുന്ന ഒരു മനുഷ്യൻ, വെള്ളത്തിനായിട്ട് ദാഹിച്ചു കേഴുന്ന മറ്റൊരു മനുഷ്യൻ, അർദ്ധനഗ്നനായ മറ്റൊരു മനുഷ്യൻ, ഭവനരഹിതനായ ഒരു മനുഷ്യൻ, രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, തടവറയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, മൃതസംസ്കാരത്തിനായിട്ടുള്ള ഒരു മൃതദേഹം. ഇങ്ങനെ 7 കാരുണ്യ പ്രവൃത്തികളെ അനുസ്മരിപ്പിക്കുന്ന 7 രൂപങ്ങൾ കൂടിയാണ് ആ നേറ്റിവിറ്റി സീനിൽ സ്ഥാനം പിടിച്ചത്. അതാണ് പ്രത്യേകമായ ചർച്ചയ്ക്ക് കാരണമാക്കിയത്. ക്രിസ്മസിന്റെ കേന്ദ്രം ഉണ്ണിയേശുവല്ലേ എന്ന് ചോദിച്ചവരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ക്രിസ്മസിന്റെ കേന്ദ്രം ഉണ്ണീശോ തന്നെയാണ്. പക്ഷേ ആ ഉണ്ണീശോ നമ്മെ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഈ പ്രത്യേകമായ 7 രൂപങ്ങളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന്. ദൈവത്തിന്റെ കരുണയുടെ, കരുതലിന്റെ തിരുനാളാണ് ക്രിസ്മസ് എങ്കിൽ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നാം പ്രത്യേകം ചിന്തിക്കേണ്ടതും ഇതൊക്കെ തന്നെയല്ലേ? നമ്മളോട് കരുണ കാണിച്ചവരെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതില്ലേ? ദൈവമല്ലേ നമ്മളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിച്ചത്? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സ്നേഹിതരും എത്രയോ ആളുകളുടെ കരുണയുടെ, കരുതലിന്റെ ഫലമാണ് നാം ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയൊക്കെ. അവരെ നന്ദിയോടെ ഓർക്കാൻ നമുക്കൊരു കടമയില്ലേ? നമ്മളോട് കരുണ കാണിച്ചവരെ കുറിച്ചാണോ നാം കൂടുതൽ ഓർക്കുന്നത്, അതോ നമ്മളോട് കരുണ കാണിക്കാത്തവരെ കുറിച്ചാണോ? നമ്മളോട് കരുണ കാണിച്ചവരെ കുറിച്ച് നമുക്ക് ഓർക്കാം. ഒപ്പം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നമ്മെ ക്രിസ്മസ് പ്രേരിപ്പിക്കുന്നില്ലേ? നമ്മുടെ സഹായം ആവശ്യമായിരിക്കുന്നവരോട് നമുക്ക് കരുണ കാണിക്കാം, കരുതലുള്ളവരാകാം. ക്രിസ്മസ് കരുതലിന്റെ ഒരു ഓർമ്മപ്പെടുത്തലല്ലേ നമുക്ക് നൽകുന്നത്? നമ്മുടെ സഹായം ആവശ്യമുള്ളവർ ആര് തന്നെയാകട്ടെ, ഒരുപക്ഷെ ജീവിതത്തിന്റെ സായാഹ്നത്തിലെത്തിയവർ ആയിരിക്കാം, മറ്റേതെങ്കിലും തരത്തിൽ നമ്മുടെ സഹായം ആവശ്യമുള്ളവരായിരിക്കാം. അവരോട് കരുതലുള്ളവരാകാം. ക്രിസ്മസിനായിട്ട് എങ്ങനെയാണ് ഒരുങ്ങുന്നത് എന്നാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഈ ചിന്ത വളരെ പ്രസക്തമല്ലേ? 2 തരത്തിൽ നമുക്ക് ഒരുങ്ങാം. കരുണയുള്ളവരാകാം, ദൈവത്തോടും നമ്മളോട് കരുണ കാണിച്ച എല്ലാവരോടും നമുക്ക് നന്ദിയുള്ളവരാകാൻ നമുക്ക് ആദ്യം പരിശ്രമിക്കാം. രണ്ടാമത്
മറ്റുള്ളവരോട് കരുണ കാണിക്കാം, ഒരു കരുതലുള്ള ജീവിതം നയിക്കാം. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, എന്നോട് കരുണ കാണിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുവാനും മറ്റുള്ളവരോട് ഒരു കരുതലുള്ള ജീവിതം നയിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന്. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഒരു കരുതലുള്ള ജീവിതം നയിക്കാൻ, മറ്റുള്ളവരോടൊരു കരുതലുള്ള ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Day 2, The Wonders of St. Joseph, our spiritual father. On May 16th, 2020, on the day of my priestly ordination, that morning of, just before I entered in procession for the liturgical ceremony, my father handed me a slip of paper with a bunch of intentions and prayers. And he handed that to me, embraced me closely, and kissed me, and said, "It up, Boykyo, go, go." And I still remember that to this day, which moves me so much, thinking of how much he understood the gift and the power of the priesthood, how much he dignified me at that moment, handing me his fatherhood and saying, "Now it's your son. It's your turn, my son. Now it's your turn to be a father for the nations, to be a father to save souls." And he believed that. And you better bet we have a spiritual father as well, the patron of the Universal Church, Saint Joseph. The root word for patron is pater, which means father. And this was declared on December 8th in 1970 by Pope Pius XIX. And this was only due to the efforts of a humble Dominican priest, Jean Joseph, who was convinced of proclaiming Joseph as a father, as a patron. And many bishops and priests were encouraging Pope Pius IX to declare this, but it was only due to his letter and his effort that the Pope did this. And you can see the Pope was moved and wanted Joseph to be more ever prevalent in our time and day. And we need him as our spiritual father. And you might think this causes a lot of confusion. Doesn't this mean that he's the biological father, even though he's not? Well, St. Augustine has a perfect answer for this confusion that fathers of the church had for centuries. And this is what St. Augustine of the 4th century said. St. Joseph, though not a biological father of Jesus, is nonetheless a real father of Jesus because he exercised a fatherhood toward Jesus that was authoritative, affectionate, and faithful. The Holy Spirit wants to give us this gift, wants to help us realize the virtues, the wonders, the truths, and the fatherhood of Joseph, because that's what at the depths of our hearts we need, because he was a father of the head of the mystical body and the husband of our Blessed Mother, and he truly watches and protects us just as he did with Jesus. And he's more than just the foster father in title. He's not some distant, this cold external person. No, he's much closer than that. Because do you think baby Jesus looked up to Joseph as a child and said, foster father, give me food and drink? No. He said father. He said daddy in Aramaic. And even when Jesus was lost, Joseph and Mary went out looking for it. And Mary said, "You're not your foster father and I, but your father and I were looking for you." Yes, the Father, our spiritual father, is looking for you and me. And he wants to give us that paternal love and enter into that relationship that's personal, authoritative, affectionate, moral, loving, and handing us fatherhood, dignifying us as his son. And we need this. And how do we become in union with Jesus in this life? It's through Holy Communion, the Holy Qurbana. Yeah, Ita et Joseph, go to Joseph. Go to Joseph, as Pharaoh said in the Old Testament. And when Joseph of the Old Testament was abandoned by his own brothers, was picked up by Pharaoh, was given and collected bread and was protected from the famine, also protected his brothers in mercy and forgiveness. And this new son is Joseph, the Joseph that is a patron, the father who took care of Joseph, the living bread, gives us and protects us from life and saving us and giving us that crumb, that precious blood. So go to Qurbana.
Don't just go to Qurbana when we have to or when there's CCD. Don't just go to Qurbana on TV when it's convenient. Go out. Let's stop being wimps and let's go out and experience God's love. And let's try our best to really be in communion with our Lord this Christmas season. Maybe He's inviting you to reflect on the fatherhood. Maybe look at our own father and thank him and love him. And this is what we can do. Ita et Joseph. Amen? Amen. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം അങ്ങയെ സ്തുതിച്ചാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ അങ്ങവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. സന്തോഷപൂർവം അവിടുത്തെ പൂജിക്കുവിൻ. കീർത്തനങ്ങൾ പാടിക്കൊണ്ട് നമ്മുടെ കർത്താവും ദൈവമായ അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ. അവിടുന്ന് നമ്മുടെ സൃഷ്ടാവാകുന്നു. നാം അവിടുത്തെ അജങ്ങളും ജനവുമാകുന്നു. സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമം കീർത്തിക്കുവിൻ. കർത്താവ് നല്ലവനും കാരുണ്യവാനുമാകുന്നു. അവിടുത്തെ വിശ്വസ്തത എന്നും നിലനിൽക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. പ്രകാശദാതാവായ കർത്താവേ, നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും അങ്ങേ തിരുനാമത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായി, നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാകുന്നു. കർത്താവിനോട് പറയുക. ദുഷ്ടന്മാരുടെ കെണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. തന്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ മുഴങ്ങുന്ന വചനവും മധ്യാഹ്നത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റും നീ ഒട്ടും പേടിക്കേണ്ട. ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്തു വീഴും, 10,000 നിന്റെ വലത്തുഭാഗത്തും, എങ്കിലും അവരാരും നിന്നെ സ്പർശിക്കുകയില്ല. നീ അവരെയെല്ലാം കാണും. ദുഷ്ടന് കിട്ടുന്ന പ്രതിഫലം നീ ദർശിക്കും. നിന്റെ സങ്കേതം കർത്താവാകുന്നു, അത്യുന്നതൻ നിന്റെ കോട്ടയാകുന്നു. നിനക്ക് യാതൊരു തിന്മയും വരികയില്ല. ബാധകൾ നിന്റെ കൂടാരത്തെ ഉപദ്രവിക്കുകയില്ല. വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് തന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും. സർപ്പത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും. എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും. എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും.
ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും. ദീർഘായുസ് നൽകിക്കൊണ്ട് അവനെ ഞാൻ തൃപ്തനാക്കും. രക്ഷിക്കുവാനുള്ള എന്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായി, നിന്നിലുള്ള പ്രത്യാശ സുദീർഘമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, അങ്ങേ പരിപാലന എത്രയും സുദീർഘമാകുന്നു. അങ്ങേ ആശ്രയിക്കുകയും അങ്ങേ തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. കർത്താവിൻ്റെ മഹത്വം എന്നേക്കും. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഏറ്റവും വലിയവനാകുന്നു. മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു. പ്രകാശം മേലങ്കിയായി അണിഞ്ഞിരിക്കുന്നു. കൂടാരത്തിന്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി. വെള്ളത്തിനു മുകളിലായി തന്റെ മാളികകൾ നിർമ്മിച്ചു. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിച്ചു. അവൻ തന്റെ ദൂതന്മാരെ അശരീരികളായും തന്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു. ഒരിക്കലും ഇളകാതിരിക്കുവാൻ ഭൂമിയെ അടിത്തറയിൽ ഉറപ്പിച്ചു. വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ടതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി. ജലം ഭൂമിയെ മൂടാതിരിക്കുവാൻ അതിന് നിശ്ചയിച്ചു. നീർച്ചാലുകളെ നദിയിലേക്ക് തിരിച്ചുവിട്ടു. അവ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു. വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു. കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകെട്ടി മരിച്ചിലകളിലിരുന്ന് അവ പാട്ടുപാടി. മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു. അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു. അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യനാഹാരമുണ്ടാക്കുവാൻ സസ്യങ്ങൾ കിളിപ്പിക്കുന്നു. എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. വെളിച്ചമായ മിശിഹായി, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അനന്തവും അഗ്രാഹ്യവുമായ അങ്ങേ കാരുണ്യത്തെ ഓർത്ത് സൃഷ്ടികളെല്ലാം അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞാൻ പ്രഭാതത്തിൽ ഒരുങ്ങി അങ്ങേ പക്കൽ വരുന്നു. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. സകലത്തിന്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അനാദിയായ ദൈവമേ, ഉന്നതനായ രാജാവേ, അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണാതിരേകത്തിനനുസരിച്ച് എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ, നിൽക്കനിയണമേ. ദൈവമേ, നിൽക്കനിയണമേ.
കർത്താവേ എന്നിൽ കനിയണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസരിച്ച് എന്റെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യണമേ. എന്റെ അപരാധങ്ങൾ നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, അവയെല്ലാം എപ്പോഴും എനിക്കെതിരായി നിൽക്കുന്നു. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസരിച്ച് എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യണമേ. കർത്താവേ എന്നിൽ കനിയണമേ. ദൈവമേ എന്നിൽ കനിയണമേ. കർത്താവേ എന്നിൽ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മനുഷ്യവർഗത്തിന്റെ ശരണവും സമാധാനത്തിന്റെ തുറമുഖവുമായ മിശിഹായെ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും അങ്ങയെ സ്തുതിക്കുവാൻ വേണ്ടി അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സഹോദരരെ, നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, അങ്ങേ നാമം പരിശുദ്ധമാകുന്നു. നല്ലവനെ, അങ്ങയുടെ കാരുണ്യം അനന്തമാകുന്നു. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. നാശോന്മുഖമാം മാർഗത്തിൽ മാനവരാശി ചരിക്കുകയിൽ ജീവനിലേക്കു നയിച്ചിടും വഴിയായി വന്നവനല്ലോ നീ. നിന്റെ നാമത്തിന് ഞാൻ സ്തുതി പാടും. നിത്യപിതാവിൻ കാരുണ്യം മർത്യനു കാട്ടിയ കർത്താവേ, ഞങ്ങളിലിയലും പാപത്തിൻ മാലിന്യം നീ കഴുകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രോഗാതുരരിൽ കാരുണ്യം കർത്താവേ നീ വർഷിച്ചു. ദാരിദ്ര്യത്തിൻ മാഹാത്മ്യം ലോകത്തിൽ നീ വെളിവാക്കി. പുലരിപ്രഭയിൽ കർത്താവേ, സാമോദം നിന്ദാസരിത. സൃഷ്ടിക്കഖിലം രക്ഷകനാം നിൻ സ്തുതിഗീതം പാടുന്നു. സകലേശ നിൻ കൃപയാലേ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ. പാപപ്പൊറുതിയുമരുളണമേ, നന്മയിലൂടെ നയിക്കണമേ. ശരണം പൊലിയാതെന്നാളും സുതരെ കാത്തരുളിയിടണമേ. ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുതഖിലേശ. നരവംശത്തിൻ വൈകല്യം അറിയും താതാ കനിയണമേ. അർഹത നോക്കാതെ വികലമായി പ്രതിസമ്മാനം നൽകണമേ. സ്നേഹവും ഐക്യവും അന്യൂനം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ. അജപാലനമൊരു കുറവന്യേ ഫലമേകാനിടയാക്കണമേ. ആരോഗ്യം നരനേകണമേ, രോഗികളെ സുഖമാക്കണമേ. മധ്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ. ശാവൂലിൽ നിന്നെളിയവനാം ദാവീദിനെ എന്നതുപോലെ വഴികളിലെല്ലാം നിൻ കരതാർ ഞങ്ങളെ രക്ഷിച്ചരുളട്ടെ. നിൻഹിതമൊത്തിവരീ നാളിൽ വയ്ക്കും ചുവടുകൾ ഓരോന്നും
ശാന്തതയോടെ വിജയത്തിൽ ചെന്നെത്താനിടയാക്കണമേ. മൂശയ്ക്കും നിൻ ജനതയ്ക്കും കടലിൽ രക്ഷ കൊടുത്തവനെ, സിംഹക്കുഴിയിലടിഞ്ഞവനിൽ രക്ഷ കനിഞ്ഞു പൊഴിച്ചവനെ, അഗ്നിയിലെന്ന ബാലകരെ കാത്തു സുരക്ഷിതരാക്കിയ നീ, ദുഷ്ടപിശാചിൽ നിന്നിവരെ സദയം രക്ഷിച്ചരുളണമേ. കതിരവനൊത്തിവരുണരുന്നു, താതനെ ആരാധിക്കുന്നു, തനയനു സ്തോത്രമണിക്കുന്നു, റൂഹയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവപിതാവിൻ കൃപയും തൻ വത്സലസുതനുടെ കരളലിവും റൂഹാതൻ ദിവ്യാഗമവും നിത്യം തുണയരുളിയിടട്ടെ. നാഥാ ദിവ്യഭിഷഗ്വരനെ, നരനിക ശരണം നീയല്ലോ. നാശം വന്നു ഭവിക്കായ്വാൻ കരുണയുടെ ഔഷധമേകണമേ. നിൻ കൽപ്പനകൾ കാത്തിടുവാൻ ശക്തിയശേഷമിവർക്കില്ല. ആരാധകരാം ഞങ്ങളെ നീ കാത്തു തുണയ്ക്കുക മിശിഹായേ. അനുതാപികളെ കൈക്കൊള്ളുവാൻ വാതിൽ തുറന്നു പ്രതീക്ഷിക്കും. കരുണാമയനോട് പാപത്തിൻ പൊറുതി നമുക്കുമിരന്നിടാം. ദിനമനു ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നെങ്കിലും അപരാധം പെരുകി വരുന്നു. കർത്താവേ, കനിവിൻ കിരണം ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നീതിമാനും നല്ലവനും കരുണാനിധിയുമായ കർത്താവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ആരാധകരായ ഞങ്ങളിൽ അങ്ങയുടെ സ്നേഹമാധുര്യം വർഷിക്കണമേ. ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും സ്നേഹം നിറഞ്ഞ പരിപാലനയുടെ തണലിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങേ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അപേക്ഷയും മാർ യൗസേപ്പിൻ്റെയും വിശുദ്ധ സ്ലിഹന്മാരുടെയും പ്രാർത്ഥനകളും മാർ ഗീവർഗീസിൻ്റെയും മറ്റ് വേദസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് സ്ലിഹായുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, പീഡ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും രോഗികൾക്ക് സുഖം നൽകുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രദാനം ചെയ്യണമേ. ഒരിക്കൽ കൂടി പ്രഭാതം കാണുവാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.